നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 4 ദിവസം കൊണ്ട് ഞങ്ങൾ ഫെറോസിമെന്റ് വർക്ക് കൂടെ ഫിനിഷ് ചെയ്താണ്. 4 ദിവസം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ എൻഡക്കർ ഇന്റീരിയേഴ്സ്. ഇന്ന് ഞാനുള്ളത് പാലക്കാട് അട്ടപ്പാടിയിൽ താവളം എന്ന് പറയുന്ന സ്ഥലത്താണ്. മനോഹരമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ടോണി സാറാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഓണർ കൂടിയായ ടോണി സാറും ഫാമിലിയും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം. സാറ് ഞങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ട് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറയാമോ? സോഷ്യൽ മീഡിയ വഴിയാണ് എത്തിപ്പെട്ടത് അല്ലേ? അതിനുശേഷം സാർ എന്നെ വിളിച്ച് ഞാൻ ഞങ്ങളുടെ സൂപ്പർവൈസറെ വിട്ടു. സാറിൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ 4 ദിവസം കൊണ്ട് ഞങ്ങൾ ഫെറോസിമെന്റ് വർക്ക് കൂടെ ഫിനിഷ് ചെയ്തതാണ്. അതിനുശേഷം ഈ ഡോറിന്റെ കളർ സെലക്ഷൻ എല്ലാം സാർ ഫാമിലിയാണോ എങ്ങനെയാണ്? ഫാമിലി ആയിട്ട് സെർച്ച് ചെയ്തിട്ട് എന്റെ ഓഫീസിലേക്ക് വിളിച്ചു. അതിനനുസരിച്ചുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ട്? ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ? അതെ, ഫുൾ ഇതാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ 2 ആഴ്ചയായിരുന്നു. ഞങ്ങൾ ഇത്ര ദൂരം ആദ്യം വിളിച്ചാൽ വരുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളിവിടെ അട്ടപ്പാടി തന്നെ വേറൊരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയില്ലേ? അതെ, നമ്മളിപ്പോൾ അട്ടപ്പാടി എന്ന് പറയുന്ന ഏരിയയിൽ ഇപ്പോൾ 3 പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് 3ാമത്തെ പ്രൊജക്റ്റാണ് ടോണി സാറിൻ്റെ. എന്തായാലും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വർക്കൊന്ന് കണ്ടു നോക്കുക. ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെന്റ് വെച്ചാണ് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ പ്ലൈവുഡ് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ഹൈ ഗ്ലോസിയാണ്. വൈറ്റ് ലില്ലിയാണ് നമ്മളോട് ചൂസ് ചെയ്തിരിക്കുന്ന കളർ. അതാണ് നമ്മളിവിടെ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായിട്ടുള്ളൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഫുൾ ബോഡി നാനോ വൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതുകൂടാതെ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഫെറോസിമെന്റിൽ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. ഇവിടെ നമ്മൾ 3 ടാൻഡം ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമ്മൾ PVC കട്ട്ലറി ട്രേ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് 2 ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 2 പ്ലെയിൻ ബാസ്ക്കറ്റാണ്, സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതുകൂടാതെ 3 ലെയറിൻ്റെ ഒരു വയേർഡിൻ്റെ ബോട്ടിൽ പ്ലോട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. ഐലൻഡ് സ്പേസിനകത്താണ് നമ്മൾ സിങ്ക് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വയേർഡാണ്, സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ സിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ഡിപ്പ് ട്രേയും ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഹിഞ്ചസും നമ്മൾ സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോൾ യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ ഡിവിഷൻസ് നമ്മൾ ഫെറോസിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡീഷണൽ ആക്സറീസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതുകൂടാതെ 2 ലിഫ്റ്റിംഗ് ഡോറും ഒരു സിങ്ക് ഡോറും നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഹാൻഡിലിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ ബ്ലാക്ക് കളറിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. മൂന്ന് ഡോറുള്ള ഒരു ബെഡ്റൂം ബാത്റൂമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെന്റ് ആണ് സ്ട്രക്ചർ. കൂടാതെ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ലാമിനേറ്റ് MDF ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം വലിയൊരു ഹാങ്ങിങ് പ്രൊവിഷൻ, ഒരു കൺസീൽഡ് ഡ്രോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രോയും ഒരു ഡോറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൂടി നമ്മൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇവിടെ നമ്മളൊരു 3 ഡോറിൻ്റെ വാർഡ്രോബാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഈ ലാസ്റ്റ് ഡോറ് ബാത്റൂം ഡോറിന് വേണ്ടിയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഒരു അഡീഷണൽ ഡോറ് കൊടുത്തതാണ്. ഇതുകൂടാതെ 2 ഡോറിലൊരു വാർഡ്രോബാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെന്റ് ആണ് സ്ട്രക്ചർ. ഒരു ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കൺസീൽഡ് ഡ്രോ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനും നമ്മളൊരു ഡ്രോയും ഒരു ഡോർ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. പ്രീ ലാമിനേറ്റഡ് MDF വെച്ചാണ് നമ്മൾ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്.
വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. കേരളത്തിൽ മാത്രമായിട്ട് സർവീസ് ഇപ്പോൾ നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻ്റർഡക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.